ഈ സദസ്സ് ഈ രാജ്യത്തോട് മാത്രമല്ല, ഈ നാടിനോട് മാത്രമല്ല, ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുന്നത് നമ്മൾ ഒന്നാണ് എന്നുള്ള ചിന്തയാണ്. നമ്മൾ ശ്വസിക്കുന്ന വായു ഒന്നാണ്, കുടിക്കുന്ന വെള്ളം ഒന്നാണ്, വസിക്കുന്ന ഭൂമി ഒന്നാണ്, നമ്മുടെ സിരയിലൂടെ ഒഴുകുന്ന രക്തത്തിന്റെ നിറം ഒന്നാണ്, നമ്മുടെ ഹൃദയ താളം ഒന്നാണ്. ഒന്നാണ് നമ്മളെല്ലാരും ഈ മണ്ണിൽ, ഒന്നാണ് നമ്മളെല്ലാരും, അന്യരല്ല നമ്മളാരും ഈ മണ്ണിൽ, അന്യരല്ല നമ്മളാരും. ഒന്നാണ് നമ്മളെല്ലാരും ഈ മണ്ണിൽ, ഒന്നാണ് നമ്മളെല്ലാരും, അന്യരല്ല നമ്മളാരും ഈ മണ്ണിൽ, അന്യരല്ല നമ്മളാരും. ഇവിടെ പിടർന്നവർ, ഇവിടെ പിറന്നവർ, ഇവിടെ വളർന്നവർ, ഈ മണ്ണിലലിയേണ്ടവർ. ഒന്നാണ് നമ്മളെല്ലാരും ഈ മണ്ണിൽ, ഒന്നാണ് നമ്മളെല്ലാരും, അന്യരല്ല നമ്മളാരും ഈ മണ്ണിൽ, അന്യരല്ല നമ്മളാരും. ഈ സന്ദേശത്തിന്റെ മന്ത്രധ്വനിയാണ് കേരളത്തിലുടനീളം ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, യുവാക്കൾ, ജനങ്ങൾ കേൾക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ശ്വസിക്കുന്ന വായുവൊന്ന്, നമ്മൾ വസിക്കുന്ന ഭൂമിയൊന്ന്, നമ്മൾ വസിക്കുന്ന ഭൂമിയൊന്ന്, നമ്മൾ ശ്വസിക്കുന്ന വായുവൊന്ന്, നമ്മിൽ തുടിക്കുന്ന ഹൃദയമൊന്ന്, നമ്മിൽ ഒഴുകുന്ന രക്തമൊന്ന്, നമ്മിൽ തുടിക്കുന്ന ഹൃദയമൊന്ന്, നമ്മിൽ ഒഴുകുന്ന രക്തമൊന്ന്. ഞാനില്ല നീയില്ല നമ്മളൊന്നാണെന്ന ചിന്തയിൽ ചന്തമുള്ളിന്ത്യയൊന്ന്, ഞാനില്ല നീയില്ല നമ്മളൊന്നാണെന്ന ചിന്തയിൽ ചന്തമുള്ളിന്ത്യയൊന്ന്. ഒന്നാണ് നമ്മളെല്ലാരും ഈ മണ്ണിൽ, ഒന്നാണ് നമ്മളെല്ലാരും, അന്യരല്ല നമ്മളാരും ഈ മണ്ണിൽ, അന്യരല്ല നമ്മളാരും. ഇവിടെ പിറന്നവർ, ഇവിടെ വളർന്നവർ, ഈ മണ്ണിലലിയേണ്ടവർ. ഇവിടെ പിറന്നവർ, ഇവിടെ വളർന്നവർ, ഈ മണ്ണിലലിയേണ്ടവർ. വിദ്വേഷ കനലുകൾക്ക് മുകളിൽ സ്നേഹം പ്രതിഫലിക്കട്ടെ, വെറുപ്പിനെ തുരത്താൻ കരുത്താകട്ടെ എന്ന ഏറ്റവും നല്ല ടൈറ്റിലോടുകൂടി കൊടുങ്ങല്ലൂർ മുതൽ തിരുവനന്തപുരം വരെ സൗഹാർദ്ദ കേരളത്തിന് യുവത്വം കാവലിരിക്കുന്നു എന്ന ഏറ്റവും സന്തോഷകരമായ ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ KMYF കേരള നടത്തുന്ന ഈ സന്തോഷകരമായ സ്നേഹയാത്രയിലേക്ക് എത്തിയ മുഴുവൻ പേരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്ത് ഓരോ മനസ്സുകളും ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്, സന്തോഷമാണ്, ശാന്തിയാണ്, സമാധാനമാണ്. അവർക്ക് വീട്ടിൽ സന്തോഷത്തോടുകൂടി കഴിയണം, ഈ നാട്ടിൽ സ്നേഹത്തോടുകൂടി മുന്നോട്ടു പോകണമെന്ന ചിന്തയാണ് എല്ലാവർക്കും. മതരാഷ്ട്രവാദം ഉന്നയിച്ചു ഈ രാജ്യം വിഭജിക്കപ്പെട്ടപ്പോ മതരാഷ്ട്രവാദം ഉന്നയിച്ച് കുറെ പേര് പാകിസ്ഥാനിലേക്ക് പോയപ്പോ മതേതര രാജ്യമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ഹൃദയത്തിൽ ആവാഹിച്ചെടുത്തുകൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് കുറെ പേർ ഇവിടെയുണ്ട്. സ്നേഹനിധികളായ പ്രിയപ്പെട്ടവര്, അവരെ നെഞ്ചോട് ചേർത്തുകൊണ്ടാണ് ഈ മണ്ണും മനസ്സും ഇന്നോളം ജീവിച്ചു പോകുന്നത്. അതിരുകെട്ടി മതിലുകെട്ടി വേർതിരിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത്, അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ, അടരാടി നേടി തന്നതാണി മണ്ണ് പൂക്കളെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പെരുമാറ് കാട്ടിക്കൊടുത്തവർ, വെടിയുണ്ട ഉതിർക്കുമ്പോ സന്തോഷത്തോടുകൂടി രാജ്യത്തിനു വേണ്ടി, വെള്ളക്കാരെ തുരത്താൻ വേണ്ടി ഞങ്ങൾ മുന്നിലുണ്ട് എന്ന് പറഞ്ഞ മുസ്ലിം വിശ്വാസികൾ, ഹിന്ദുമത വിശ്വാസികൾ, മതമില്ലാത്തവനും ഉള്ളവനും ക്രിസ്തുമത വിശ്വാസികൾ എല്ലാവരും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ, അടരാടി നേടി തന്നതാണി മണ്ണു പൂക്കളെ.
ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെ ഓർക്കണം, ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെ ഓർക്കണം. എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ ഹൃദയങ്ങൾക്കും പ്രിയപ്പെട്ടവരോട്, ഈ നാടിനോട് മാത്രമല്ല, ഈ ഗ്രാമ്യവിശുദ്ധിയോട് മാത്രമല്ല, ഈ ലോകം മുഴുക്കെയുള്ള പ്രിയപ്പെട്ട മനസ്സുകളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതാണ്. എന്തൊരു സന്തോഷമാണ്. മുസൽമാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ, മുസൽമാന്റെ ചോര ചിന്തിയതീ നാടിതിനല്ലേ. മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ, ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണി മണ്ണു പൂക്കളെ. ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെ ഓർക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. കഴിഞ്ഞകാല ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ തലമുറകൾ കാണേണ്ടതാണ്. നമ്മളെ ഭിന്നിപ്പിക്കുന്ന, പരസ്പരം വിദ്വേഷം പറഞ്ഞുകൊണ്ട് നിങ്ങൾ മറ്റവരാണ്, നിങ്ങൾ മറ്റവരാണ് എന്ന് അതിരുകെട്ടി മതിലുകെട്ടി പറയുന്നവരോട് ഞങ്ങൾക്ക് സ്നേഹസ്വരത്തിൽ പറയാനുള്ളത്, നേരത്തെ മന്നാനി പറഞ്ഞതുപോലെ അക്രമത്തിന്റെ ഭാഷയിലല്ല, അനീതിയിലല്ല, ഞങ്ങൾക്ക് സ്നേഹസ്വരത്തിൽ പറയാനുള്ളത്. വിശന്ന് പൊരിയുന്ന വയറിലും ഒട്ടു വിഷമമെരിയുന്ന കരളിലും വിശുദ്ധി തിരയുന്ന നിലവിലും നിങ്ങൾ വിഷം കലർത്തുവതെന്തിനാ, വിഷം കലർത്തുവതെന്തിനാ. തെളിനീർ പോലെയുള്ള ഈ മനോഹരമായ രാജ്യത്തെ ഓരോ നിവാസികളും സന്തോഷത്തോടുകൂടി ഹൃദയൈക്യത്തോടുകൂടി മുന്നോട്ടു പോകുമ്പോ എന്തിനാണ് അതിൽ നിങ്ങൾ വിദ്വേഷത്തിന്റെ, പകയുടെ, അക്രമത്തിന്റെ വിഷത്തുള്ളി ഇറ്റിക്കുന്നത്? സ്നേഹസ്വരത്തിൽ ചോദിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളോടൊപ്പം വേണം. ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക്, ഈ രാജ്യത്തിന്റെ ഓരോ പുരോഗതിക്കും സ്നേഹമുണ്ടാകണം പ്രിയപ്പെട്ടവരെ. ആ സ്നേഹത്തിന്റെ ഉന്നതിയാണ് ഈ രാജ്യത്തിന്റെ മുന്നോട്ടുപോക്കിൽ ഏറെ സന്തോഷകരമായി വർത്തിക്കുന്നത്. അതുകൊണ്ട് ഒരൊറ്റ ശബ്ദം ലോകത്തീ രാജ്യത്തിൻ പേരത്ര പൊങ്ങിടും, ശോകത്തെ മാറ്റി സുഖമാരൂളും വാനിൽ വിജയത്തിൻ വെള്ളിക്കോടി പറക്കും. വെറുപ്പും വിദ്വേഷവും മാറ്റിവെച്ചുകൊണ്ട് എല്ലാം നമുക്ക് തുടരാം. മതാചാരങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായി തുടരാം. പക്ഷേ പകയും അസൂയയും പലഭേദ ചിന്തയും പതിവാക്കാതോറ്റ മനസ്സുമായി നമ്മൾ പരിശുദ്ധരായാൽ ജയിച്ചു പോയി. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഓണം വരുമ്പോ അയൽപക്ക വീട്ടിലേക്ക് നമ്മൾ ഓടിപ്പോകാറുണ്ട്. അവിടെ നിന്ന് പായസം കുടിച്ച് തിരിച്ചു വരുമ്പോ ഹൈന്ദവ സഹോദരന്മാർ നമ്മളോട് പറയാറുണ്ട്, നോക്ക് ഈ പായസം മുഴുവനായി കുടിക്കണം. എങ്ങനെയുണ്ട്? നമ്മൾ പെട്ടെന്ന് പറയുന്നു, നാളെ പെരുന്നാളാണ്, എന്റെ വീട്ടിൽ വന്ന് ബിരിയാണി കഴിക്കണം. നമ്മുടെ വീട്ടിൽ ഉപ്പില്ല എങ്കിൽ, തീയില്ല എങ്കിൽ, മുളകില്ല എങ്കിൽ, അരിയില്ല എങ്കിൽ നമ്മൾ ഓടിപ്പോയിരുന്നത് അയൽപക്കത്തെ വീട്ടിലേക്കായിരുന്നു, അല്ലേ? ആ അരിയും മുളകും ഉപ്പും തീയും മേടിക്കുമ്പോ യഥാർത്ഥത്തിൽ നമ്മൾ മേടിച്ചിരുന്നത് അത് മാത്രമായിരുന്നില്ല, അതിന്റെ കൂടെ സ്നേഹം കൂടി ഉണ്ടായിരുന്നു. അതാണ് പഴയ തലമുറ, അതാണ് തലമുറ, അതാണ് സ്നേഹത്തിന്റെ വേദികൾ നമ്മളോട് ഉദ്ഘോഷിക്കുന്നത്, സന്തോഷത്തിന്റെ വേദികൾ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ആ സന്തോഷമാണ്. എന്തൊരു മനോഹരമാണ് ഈ രാജ്യം, എന്തൊരു മനോഹരമാണ് ഈ മണ്ണിന്റെ മണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പം പ്രിയപ്പെട്ട കണാരട്ടൻ, പറമ്പിൽ പണിയെടുക്കുന്ന കണാരട്ടൻ പറയുന്നു, ഉമ്മേറ്റിയാറെ എന്റെ പണി നിർത്താൻ സമയമായി. എന്താ കണാര?
അതാ ബാങ്ക് കൊടുക്കുന്നത്. ഒരു സമയ സൂചികയാണ് ഈ മനോഹരമായ ബാങ്ക്. നോക്ക് നിങ്ങൾ, പള്ളിക്കെട്ട് ശബരിമലക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തെ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. വീരമണിയുടെ പാട്ട് അമ്പലത്ത് കേൾക്കുമ്പോ നമ്മൾ പറയാറുണ്ട്, അതാ അമ്പലത്ത് പാട്ട് കേൾക്കുന്നു, സമയം 4:30 5 എന്നാ തോന്നുന്നത്. ഈ മണ്ണിന്റെ മണം അതാണ്, സ്നേഹം. അതൊന്നും നമ്മൾ ഇന്ന മതത്തിന്റെ ആചാരങ്ങളാണെന്ന് നമ്മൾ മനസ്സിൽ വർഗീയതയോടുകൂടി കാണാറില്ല. എന്തൊരു സന്തോഷം, എന്തൊരു സ്നേഹം. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യരൂപനാളമാണ് ദൈവം. ചിരിയിലൂടെ, ചിന്തയിലൂടെ, നടത്തത്തിലൂടെ, ഇരുത്തത്തിലൂടെ നമ്മൾ ഒന്നായി തീരുകയാണ്. മാലിക് ദീനാറും ഈ രാജ്യത്തേക്ക് വന്നപ്പോ, ഈ നാട്ടിലേക്ക് വന്നപ്പോ സ്നേഹത്തിന്റെ ഇളനീർ നൽകി സ്വീകരിച്ചത് ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളാണ്. അതൊരു പാരമ്പര്യമാണ്, ചരിത്രമാണ്. ആ ചരിത്രം അറിയാതെയാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുക്കാത്തവരാണ് സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്. ഇന്നാളിവിടെ വേണം, ഇന്നാളിവിടെ വേണ്ട എന്ന് പറയുന്നത് അവർ തന്നെയാണ്. അവരോട് നമ്മൾ പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുത്തവരാണ് ഞങ്ങൾ. സ്നേഹത്തോടുകൂടി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഭാരതനാട് നമ്മുടെ നാട്, ഭാസുരമായൊരു വീട്, ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും തോളോട് തോൾ ചേരും നാട്. ഭാരതനാട് നമ്മുടെ നാട്, ഭാസുരമായൊരു വീട്, ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും തോളോട് തോൾ ചേരും നാട്. ഭിന്നിക്കല്ല ഒന്നിക്കണം നാം നാട്ടില് നന്മ പുലർത്താനായി, ഭിന്നരല്ല നമ്മളൊന്നാണേ, നമ്മളൊന്നാണേ മനുഷ്യജാതി. ഭാരതനാട് ഭാരതനാട് നമ്മുടെ നാട്, ഭാസുരമായൊരു വീട്, ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും തോളോട് തോൾ ചേരും നാട്. മാലിക് ദീനാറും കൂട്ടരും ഈ നാട്ടിലേക്ക് വന്നപ്പോ ഹൈന്ദവ സഹോദരന്മാര് അവരുടെ പെങ്ങന്മാരെ നമുക്ക് കെട്ടിച്ചു തന്നു, അവരുടെ പറമ്പുകൾ നമുക്ക് വീതിച്ചു തന്നു. എന്തൊക്കെ സഹായങ്ങളാണോ നിങ്ങൾക്ക് വേണ്ടത് എല്ലാം ഞങ്ങൾ നൽകാം എന്ന് അവര് പറഞ്ഞു. നോക്ക് നിങ്ങൾ, ഈ സ്നേഹത്തിന്റെ ഉറവ വറ്റിയിട്ടില്ല. പക്ഷെ ആരൊക്കെയോ ചേർന്ന് ഈ സ്നേഹത്തിന്റെ പാലത്തിനെതിരെ പ്രവർത്തിക്കുന്നു. ആ സ്നേഹത്തിന്റെ പാലം ഒന്ന് വിളക്കി ചേർക്കാനാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇങ്ങനൊരു യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു യാത്ര. ഈ യാത്രക്ക് തീർച്ചയായും ഫലം കണ്ടിട്ടുണ്ട് എന്ന് നേരത്തെ മന്നാനിയുടെ പ്രസംഗത്തിൽ, അതിനു മുമ്പുള്ള ഓരോരുത്തരുടെയും പ്രസംഗത്തിൽ നമ്മൾ കേട്ടു. എന്റെ മുന്നിലിരിക്കുന്ന 3 പേര് അല്ലേ, 3 പേര് ഇതൊരു സിമ്പിളാണ്. തീർച്ചയായും എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, ഈ മണ്ണ്, ഈ മനസ്സ് നാളത്തെ ചരിത്രം മറിച്ചിടുമ്പം പറയും, ഇങ്ങനെ ഒരു പരിപാടി ട്രിവാൻഡ്രത്ത് അവസാനിക്കുമ്പോ മനസ്സിന്റെ ഉള്ളിലേക്ക് സ്നേഹം തൊടുത്തുവിട്ട കുറെ യുവാക്കള്, കുറെ പ്രിയപ്പെട്ട മനസ്സുകൾ അവരെയും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ രാജ്യത്ത് സന്തോഷവും സമാധാനവും സ്നേഹവും മാനവികതയും എന്നും ഉണ്ടാകുമായിരുന്നു എന്ന് പറയുന്നവർ. ഭാരതനാട് നമ്മുടെ നാട്, ഭാസുരമായൊരു വീട്, ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും തോളോട് തോൾ ചേരും നാട്. ഭിന്നിക്കല്ല ഒന്നിക്കണം നാം നാട്ടില് നന്മ പുലർത്താനായി, ഭിന്നരല്ല നമ്മളൊന്നാണേ, നമ്മളൊന്നാണേ മനുഷ്യജാത. ഓണം പെരുന്നാളും ക്രിസ്മസും ഒന്നായി കൊണ്ടാടും നാള്, ഒന്നാണെന്ന ചിന്തയിൽ മാത്രം ഉണരുന്നു രാഷ്ട്രീയ ഗോധയെല്ലാം. ഓരോരോ ചിന്തക്കും, ഓരോരോ അനുഭവങ്ങൾക്കും, ഓരോരോ മുന്നോട്ടു പോക്കിനും ഉള്ളിന്റെ ഉള്ളിൽ നിറക്കുന്ന മനോഹരങ്ങളായ ചിന്തകൾ, സമാധാനം, ശാന്തി. തലമുറകൾ നമ്മൾ പറയണം, ഇവിടുത്തെ തലമുറകളോട് നമ്മൾ പറയണം, പ്രിയപ്പെട്ട മക്കളോട്, പ്രിയപ്പെട്ട തലമുറകളോട് നമ്മൾ പറയുന്നത്, ഒന്നിച്ച് ഒന്നിച്ച് ഒരു പാത്രത്തിൽ ഓണം പെരുന്നാൾ ക്രിസ്മസും, ഒരുമയിലുണ്ടു മുറങ്ങിയ നാടിൻ കഥ ഇത് തലമുറ അറിയണം. ഒന്നാണെന്നുള്ള വിചാരം എന്നും നമ്മുടെ സമ്പത്ത്, ഒപ്പനയും മാർഗം കളിയും തിരുവാതിരയെന്നും തോളൊത്ത്.
ഒന്നിച്ച് ഒരു പാത്രത്തിൽ ഓണം പെരുന്നാൾ ക്രിസ്മസും ഒരുമയിലുണ്ടും ഉറങ്ങിയ നാടിൻ കഥ ഇത് തലമുറയറിയണം. ഒന്നാണെന്നുള്ള വിചാരം എന്നും നമ്മുടെ സമ്പത്ത്, ഒപ്പനയും മാർഗം കളിയും തിരുവാതിരയെന്നും തോളൊത്ത്. ചോരയൊറ്റ വർണ്ണത്തിൽ ഹൃദയമൊറ്റ താളത്തിൽ ഭാരതത്തിൻ വനിയിൽ വിടരുന്ന ബഹുവർണ്ണ പൂക്കൾ ഭാസുരമി നാടിൻ പുണ്യങ്ങൾ. സ്നേഹഗീതം പാടാം നമ്മൾ കൊത്തൊരുമിച്ചെന്നും, മോദമലരുകൾ പരിമളമേകി വിടരട്ടെ എന്നും. നന്മകൾ പുലരട്ടെ ഈ നാട്ടിൽ എന്നെന്നും, നല്ലതു മാത്രം ചെയ്യും മനസ്സുകൾ ഇവിടമിൽ വളരട്ടെ. ഈ യാത്രയിലുടനീളം ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്, പ്ലീസ്, ഓരോ അമ്മമാരും ഓരോ ഉമ്മമാരും ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, ശാന്തിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു, കൊല്ലും കൊല്ലും കൊല നിർത്താൻ ഞങ്ങൾ. വന്ധ്യവയോധികനായ കടക്കൽ ഉസ്താദ് വികാരനിർഭരനായി പറഞ്ഞൊരു കാര്യം മനസ്സിൽ തട്ടിക്കൊണ്ട് കണ്ണ് നിറഞ്ഞുപോയെന്റെ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഈ രാജ്യത്തെ നിവാസികളോട്, കൊല്ലും കൊല നിർത്താൻ നമ്മൾ കൊന്നായിന്ന് പറഞ്ഞിടാം, കത്തിയെടുക്കരുതനിയായിനിയും സ്നേഹത്തോടെ മൊഴിഞ്ഞിടാം. കൊല്ലും കൊല നിർത്താൻ നമ്മൾ കൊന്നായിന്ന് പറഞ്ഞിടാം, കത്തിയെടുക്കരുതനിയായിനിയും സ്നേഹത്തോടെ മൊഴിഞ്ഞിടാം. ഉമ്മയും അമ്മയും ഇനിമേൽ വേദന തിന്നു മരിക്കരുതേ, ഉലകിലവർക്കേറ്റം പ്രിയരായ മക്കളെ നമ്മൾ കൊല്ലരുതേ. സ്നേഹസുമം വിരിയട്ടെ, ഐക്യമെങ്ങും പടരട്ടെ, സൗഖ്യമെങ്ങും നാട്ടിൽ പുലരട്ടെ. ഒന്നാണെന്നുള്ള നല്ല ഖ്യാതി എങ്ങും പൊങ്ങട്ടെ. സ്നേഹഗീതം പാടാം നമ്മൾ കൊത്തൊരുമിച്ചെന്നും, മോദമലരുകൾ പരിമളമേകി വിടരട്ടെ എന്നും. നന്മകൾ പുലരട്ടെ ഈ രാജ്യത്തെന്നെന്നും, നല്ലതു മാത്രം ചെയ്യും മനസ്സുകൾ ഇവിടമിൽ വളരട്ടെ. നോക്ക് നിങ്ങൾ, ഇസ്ലാം ഒരിക്കലും അശാന്തിക്ക്, അക്രമത്തിന്, അനീതിക്ക് പ്രോത്സാഹനം നൽകുന്നില്ല. ഒരു മതവും സ്നേഹമാണ് എല്ലാത്തിനും മുകളിൽ നിൽക്കേണ്ടത്. സ്നേഹമാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ വിവരണം. ഈ ലോകത്തെ ഓരോ ജീവികളോടുമുള്ള സ്നേഹമാണ് ദൈവം. മതം നമ്മളെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് സ്നേഹത്തിന്റെ ഒരുപാട്, സന്തോഷത്തിന്റെ ഒരുപാട് വേദികൾ കടന്നു വരാറുണ്ട്. ചിലപ്പോ ഉള്ളിന്റെ ഉള്ളിൽ തട്ടുന്ന ചില മുഹൂർത്തങ്ങൾ, കിഡ്നി കേടാകുമ്പോ, ഹാർട്ട് കേടാകുമ്പോ, അല്ലെങ്കിൽ കണ്ണുകൾ കേടാകുമ്പോ, ഏതോ മതത്തിൽപ്പെട്ട ഏതോ വിഭാഗത്തിൽപ്പെട്ട ആളുടെ കണ്ണും കരളും നമുക്ക് വെക്കുമ്പോ, അത് തുടിച്ച് ജീവൻ നിലനിർത്തുമ്പോ നമ്മൾ ഒരിക്കലും പറയാറില്ല അത് മുസ്ലിമിന്റെ ഹൃദയമാണ്, അത് ഹിന്ദുവിന്റെ കണ്ണാണ്, അത് മറ്റുള്ള ആളെ രക്തമാണെന്ന് ഒരിക്കലും നമ്മൾ പറയാറില്ല. നമ്മൾ ശ്വസിക്കുന്ന വായു ഒന്നാണ്, കുടിക്കുന്ന വെള്ളം ഒന്നാണ്, വസിക്കുന്ന ഭൂമി ഒന്നാണ്, നമ്മുടെ സിരയിലൂടെ ഒഴുകുന്ന രക്തത്തിന്റെ നിറം ഒന്നാണ്, നമ്മുടെ ഹൃദയ താളം ഒന്നാണ്. കേരമാര നാടല്ലേ, കേളി കേട്ട കേരളമല്ലേ, നന്മകൾ വീരിഞ്ഞാടും നല്ലൊരു തിരുവനന്തപുരം. നന്മകൾ വീരിഞ്ഞാടും നല്ല മാനസുകളല്ലേ, നന്മകൾ വീരിഞ്ഞാടും നല്ല പ്രദേശവുമല്ലേ. മതമൈത്രി പുലരുന്ന മഹിതമാം നാട്, മഹത്തുക്കൾ വിതച്ചിട്ട ഗുണമൊരുപാട്. മലയാളി കവികളെ കവിതകൾ പാട്. സപ്തസ്വരങ്ങളെ പോലെ, മഴവില്ലിന്റെ 7 നിറം പോലെ ഉള്ളിന്റെ ഉള്ളിലേക്ക് പടർന്നു പന്തലിക്കുന്ന സ്നേഹം. ആ സ്നേഹത്തിനാണ് നമ്മൾ എപ്പോഴും ആഗ്രഹം വെക്കുന്നത്. ആ സ്നേഹത്തിനാണ് ഉള്ളിൽ തട്ടിക്കൊണ്ട് നമ്മൾ പറയുന്നത് അത് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. മറ്റൊരു ആഗ്രഹവും ഒരു ലക്ഷ്യവും ഈ യാത്രക്കില്ല. കേരള ജനതയുടെ ഉള്ളിന്റെ ഉള്ളിൽ പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്ന സ്നേഹത്തിന്റെ പാലം ഒന്ന് വിളക്കി ചേർക്കണം. അകന്നുകൊണ്ടിരിക്കുന്ന മനസ്സുകളെ ഒന്ന് സ്നേഹത്തിന്റെ നൂലുകൾ കൊണ്ട് തുന്നിച്ചേർക്കണം എന്ന വലിയ ഉദ്ദേശം മാത്രമാണ് ഈ യാത്രക്കുള്ളത് എന്ന് സ്നേഹത്തോടുകൂടി പ്രിയപ്പെട്ടവരോട് ഞാൻ ഉണർത്തുകയാണ്.
ഈ സന്തോഷത്തിന്റെ അവസരം അങ്ങനെയാണ്. മതമൈത്രി പുലരുന്ന മഹിതമാം നാട്, മഹത്തുക്കൾ വിതച്ചിട്ട ഗുണമൊരുപാട്, മലയാളി കവികളെ കവിതകൾ പാട്. പൂന്താനം പൂന്താനം ആശാൻ ചങ്ങമ്പുഴയിൽ കൂടി, പൂന്തേനാർ കവിതകൾ കിരീടം ചൂടി. മമനാടിൻ പിറവിയിൽ പെരുത്തഭിമാനം, മമതയിൽ കഴിയുന്ന ജനതീരുമാനം, മഴവില്ല് വിരിച്ചതിന്മേലെ നീലവാനം. മമനാടിൻ പിറവിയിൽ പെരുത്തഭിമാനം, മമതയിൽ കഴിയുന്ന ജനതീരുമാനം, മഴവില്ല് വിരിച്ചതിന്മേലെ നീലവാനം. നീതിക്കും സ്നേഹത്തിനും നിലകൊള്ളേണം, നേട്ടങ്ങൾ വരിച്ച് നാം വിജയിക്കണം. സൗഹാർദ്ദത്തിന്റെ കേരളം, സ്നേഹത്തിന്റെ കേരളം. ആ സ്നേഹത്തിന്റെ കേരളത്തിന് കാവലിരിക്കുകയാണ് യുവ ഹൃദയങ്ങൾ. വിവിധതരം പൂവീരിയൂമി, വിവിധതരം പൂവീരിയൂമി, കവിത തുളുമ്പും പൂന്തോട്ടത്തിൽ വിനയമനസ്സാവസിക്കും ജനമനവധി കോടി. അവരുടെ വിസ്മയകരമാം കഥയോതാം കവിതകൾ പാടി. ഈ പാട്ടുകളും സംസാരങ്ങളും എന്തിനു നമ്മൾ നടത്തുന്നു? നമ്മൾ ആഗ്രഹിക്കുന്നു ഒരാളുടെ മനസ്സിലും അക്രമത്തിന്റെ, അനീതിയുടെ, അശാന്തിയുടെ വിത്തുവിറക്കാൻ നമ്മൾ സമ്മതിക്കില്ല. വിവിധതരം പൂവീരിയൂമി, കവിത തുളുമ്പും പൂന്തോട്ടത്തിൽ വിനയമനസ്സാവസിക്കും ജനമനവധി കോടി. അവരുടെ വിസ്മയകരമാം കഥയോതാം കവിതകൾ പാടി. അവിതർക്കിതമാണതുല്യമാണവർ പുലർത്തിപ്പോരും സൗഹാർദ്ദം, അവിതർക്കിതമാണതുല്യമാണവർ പുലർത്തിപ്പോരും സൗഹാർദ്ദം. അതിനവരെന്നും വൻവില നൽകി പോരുകയാണ്. ചില ചെറു അപസ്വരമുണ്ടാകാമെങ്കിലും ഐക്യം വലുതാണ്. ഇവിടെ വസിക്കും ജനകോടിക്കവരുടെ വിശ്വാസാദർശങ്ങൾ, ഇവിടെ വസിക്കും ജനകോടിക്കവരുടെ വിശ്വാസാദർശങ്ങൾ. ഇതര മതക്കാരോടീർഷ്വതയും ഈറയുമില്ല. പുരീതിലിസം ഒരുപാടുണ്ടെങ്കിലും അന്ത ഛിദ്രതയില്ല. എന്തൊരു മനോഹരമാണ് ഈ നാടിലെ. നമുക്ക് ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ നാടിനോടുള്ള പ്രിയം നമുക്ക് കൂടുക. നിധി വിളയൂമീ മഹത്തായ നദിയൊഴുകുന്നോരിന്ത്യ നാട്, നിരവധി വൈവിധ്യക്കാരിന്നൽ ഇന്ത്യക്കാരൊന്ന്. അവരുടെ നിഗമനമൊന്ന്, ജനമൊന്ന്, ജനനിയുമൊന്ന്. വിവിധതരം പൂവീരിയൂമി, കവിത തുളുമ്പും പൂന്തോട്ടത്തിൽ വിനയമനസ്സാവസിക്കും ജനമനവധി കോടി. അവരുടെ വിസ്മയകരമാം കഥയോതാം കവിതകൾ പാടി. എന്റെ അയൽവാസി എന്നെ ചെറുപ്പത്തിലെ എടുത്തു വളർത്തിയത് ഉണ്ണിയേട്ടൻ എന്ന് പറയുന്ന, രവിയേട്ടൻ എന്ന് പറയുന്ന രണ്ട് ഹൈന്ദവ സഹോദരങ്ങളാണ്. എന്റെ ഉമ്മ എപ്പോഴും പറയും, അവര് തമ്മിൽ വാശിയായിരുന്നു നിന്നെ എടുക്കാൻ വേണ്ടി. അത്രയേറെ സ്നേഹമായിരുന്നു അവർക്ക് എന്നോട്. അങ്ങനെ ഈ അടുത്ത് ഒരു ആക്സിഡന്റിൽ പെട്ട് ഉണ്ണിയേട്ടൻ മരിച്ചപ്പോ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത്, പ്രയാസപ്പെട്ടത് ഞാനാണ്. നമ്മുടെ ഓരോരുത്തരും അയൽപ്പക്ക വീടുകളിൽ അങ്ങനെ തന്നെയാണ്. നമ്മളെ പ്രിയപ്പെട്ടവര് സ്നേഹത്തിന്റെ ഭാഷയിൽ കളിയും ചിരിയും മുന്നോട്ടു പോക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ, മഴവില്ലിന്റെ 7 നിറം പോലെ, സപ്തസ്വരങ്ങളെ പോലെ നമ്മൾ ഒന്നായിരുന്നു. ആ ഒരുമക്ക് എവിടെയോ ചെറിയ ഒരു ഭംഗം, ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ആ വിള്ളൽ നികത്താൻ വേണ്ടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട മന്നാനിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ മനോഹരമായ ജാഥ, ഈ സ്നേഹത്തിന്റെ വേദി ഏറ്റവും വിജയം കണ്ടു എന്നതിന്റെ തെളിവാണ്. ഓരോരുത്തരോടും നമ്മളിങ്ങനെ പറയുന്നു,
ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. ഭാരതമെന്നാൽ കണ്ണും കരളും കവരും പൂന്തോട്ടം. ഭാരതമെന്നാൽ കണ്ണും കരളും കവരും പൂന്തോട്ടം. ഭാരതീയർ നാം വൈവിധ്യത്തിൻ സുന്ദര സൂനങ്ങൾ. നമുക്കെല്ലാം ഒന്ന് കൈവോക്ക്, എല്ലാവരും ഒന്ന് കൈവോക്കോ പ്ലീസ്. ഈ സന്തോഷത്തിന് വേണ്ടി എല്ലാവരും ഒന്ന് കൈവോക്ക്. ആ കൈയിന്റെ വിരലൊന്നും ഇങ്ങനെ ഇളക്കെല്ലാവരും. ഭാരതമെന്നാൽ കണ്ണും കരളും കവരും പൂന്തോട്ടം. ഭാരതീയർ നാം വൈവിധ്യത്തിൻ സുന്ദര സൂനങ്ങൾ. ഹാ സുന്ദര സൂനങ്ങൾ. വിടരും വളരും വിലസും ഞങ്ങൾ ഈ ആരാമത്തിൽ. വിടരും വളരും വിലസും ഞങ്ങൾ ഈ ആരാമത്തിൽ. പാരിൽ മാതൃക മൈത്രി പുലർത്തും സോദരരെ പോലെ. വിടരും വളരും വിലസും ഞങ്ങൾ ഈ ആരാമത്തിൽ. പാരിൽ മാതൃക മൈത്രി പുലർത്തും സോദരരെ പോലെ. വർഗീയ രോഷം മതവിദ്വേഷം കലഹ കലാപങ്ങൾ വിനകൾ വരുത്തും ഈ വിധ ചെയ്തികൾ നമുക്ക് ഭൂഷണമോ. ഭാരതമെന്നാൽ കണ്ണും കരളും കവരും പൂന്തോട്ടം. ഭാരതീയർ നാം വൈവിധ്യത്തിൻ സുന്ദര സൂനങ്ങൾ. ആ സുന്ദര സൂനങ്ങൾ. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലെ ഓരോ മാതൃകകൾ അത് നമുക്ക് മാത്രമല്ല ഈ ലോകത്തിന് മുഴുവൻ അനുഗ്രഹം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ. അവിടുന്ന് പറഞ്ഞു, നിങ്ങളൊരു വീടുണ്ടാക്കുമ്പോ, നിങ്ങളൊരു വീട് വെക്കുമ്പോ അയൽപക്കത്തെ അല്ലെങ്കിൽ തൊട്ടടുത്ത വീടിന് വെളിച്ചം വായു സഞ്ചാരം ഇല്ലാതെ പോകുന്ന തരത്തിൽ ആ വീട് നിങ്ങൾ വെക്കരുത്. എന്തൊരു മനോഹരമായ സന്ദേശമാണ്. നോക്ക്, നിങ്ങളുടെ അടുത്ത് നിങ്ങളെ പ്രിയപ്പെട്ട മക്കൾ, കരളിന്റെ കഷ്ണങ്ങളായ മക്കൾ ഉണ്ടാകുമ്പോ ഏറ്റവും സ്നേഹത്തോടുകൂടി നിങ്ങൾ ചുംബിക്കുന്ന സമയത്ത്, ഉമ്മ വെക്കുന്ന സമയത്ത് അടുത്ത് ഒരു അനാഥനുണ്ട് എങ്കിൽ, ഉപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത ആരോരുമില്ലാത്ത ഒരു അനാഥനുണ്ട് എങ്കിൽ നിങ്ങൾ അവരെ ചുംബിക്കരുത്. കാരണം അടുത്തുള്ള അനാഥന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു നീറ്റൽ ഉണ്ടായാലോ, എനിക്ക് ഉപ്പയും ഉമ്മയും ഇല്ലാത്തത് കൊണ്ടല്ലേ എന്ന്. നിങ്ങളുടെ അയൽപക്കത്ത് വീടുകളിൽ പ്രയാസപ്പെട്ട് പട്ടിണിയെടുക്കുമ്പോ വയറ് നിറയെ നിങ്ങൾ ഉണ്ണരുത്. അങ്ങനെ ഉണ്ണിയാൽ നമ്മിൽപ്പെട്ടവരല്ല നിങ്ങൾ എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം ആഹ്വാനം ചെയ്യുന്നത് സ്നേഹത്തിന് വേണ്ടിയാണ്. ഹിന്ദുമതം ആഹ്വാനം ചെയ്യുന്നത് അത്തരത്തിൽ തന്നെ. ക്രിസ്തുമതവും അങ്ങനെ തന്നെയാണ്. സന്തോഷത്തിന്റെ, സ്നേഹത്തിന്റെ, ഹൃദയൈക്യത്തിന്റെ, മാനവികതയുടെ ഒരുപാട് തലങ്ങളാണ് ഈ ലോകം മുഴുവൻ വിളംബരം ചെയ്യുന്നത്. മാപ്പിളപ്പാട്ടിൻ വർണ്ണചരിത്രം, മാപ്പിളപ്പാട്ടിൻ വർണ്ണചരിത്രം. നേരത്തെ മന്നാനി പറഞ്ഞല്ലോ, പ്രിയപ്പെട്ട എന്റെ സുഹൃത്ത് ആ ക്രിസ്ത്യൻ സഹോദരനോട് ഈ രാജ്യത്തെ ആൾക്കാർ പറയുന്നു, നിങ്ങൾ മാപ്പിളപ്പാട്ട് പാടരുതെന്ന് പറയുമ്പോ അവരോട് നമുക്ക് പറയാനുള്ളത്, 1947 കാലഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ മാപ്പിളപ്പാട്ട് കണ്ടുകെട്ടിയത് ആ സമരത്തിന് വീര്യവും ഊർജവും പകരുന്നത് കൊണ്ടാണ്. അന്നുള്ള ഓരോ പാട്ടുകളും ആ സമരത്തിന് ഏറെ ആവേശം പകർന്നു. തുടരെ മദ്ദളവും മുറശോട് മറുവയൊറ്റകളും ബജയൊട് തുടികൾ ദപ്പുകളും കൈമണി ധ്വനികൾ ദാശകളാൽ കേറിക്കേ മക്കോടതൻ മുകളിൽ ഹേമപ്പിടിവാൾ ഹസ്തമിലണവായി തിരികിടമകുട തിരുമുടി തീർത്തി തലൈകുടവായി ഗലബിലെ ഗിരിഹിത ഫർസൈ സൈഫ് പരത്തി തിരുളറുബായേ. ആ പാട്ടുകൾ അന്ന് ബ്രിട്ടീഷുകാർ കണ്ടുകെട്ടിയത് മാപ്പിളപ്പാട്ടിലെ ബ്രിട്ടീഷുകാർക്കെതിരായി സമരക്കാർക്ക് ഊർജം പകരുന്നു, വീര്യം പകരുന്നു എന്ന കാരണത്താൽ മാത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് മാപ്പിളപ്പാട്ടിന് വലിയ പ്രാധാന്യമുണ്ട്. പാട്ടുകൾക്ക്, എഴുത്തുകൾക്ക്, സംസാരങ്ങൾക്ക്, സംഘാടനങ്ങൾക്ക്, കാർട്ടൂണുകൾക്ക് കൂച്ചുവിലം കിടങ്ങുന്ന ഈ കാലത്ത് നേരത്തെ മന്നാനി പറഞ്ഞതുപോലെ, എടക്കൽ ഉസ്താദ് പറഞ്ഞതുപോലെ ആ സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ നമ്മൾ എഴുതുന്നു, വായിക്കുന്നു, ചിത്രം വരക്കുന്നു, പാടുന്നു. കവിതയിലൂടെ, പാട്ടിലൂടെ, എഴുത്തിലൂടെ ഈ വിരൽത്തുമ്പ് നമ്മള്
അനീതിക്ക് വേണ്ടി, അസത്യത്തിനു വേണ്ടി പോരാടുന്ന ഒരുപാട് പ്രിയപ്പെട്ടവര്, നീതി കാണണം, സത്യം കാണണം, നന്മ ഈ രാജ്യത്ത് പൂത്തുവിരിഞ്ഞ് പരിമളം പരക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എതിരെ പ്രവർത്തിക്കുന്നവർക്ക് നമ്മൾ വിരൽ ചൂണ്ടുന്നു, പേന ചലിപ്പിക്കുന്നു, എഴുത്തിലൂടെയും വായനയിലൂടെയും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. മാപ്പിളപ്പാട്ടിൻ വർണ്ണചരിത്രം മാനവികതയോടാണതിൻ മിത്രം. മദ്ഹുകൾ മാലകൾ മൈലാഞ്ചികളിൽ ഒപ്പന പാടി, മഹിയിൽ മരുവിൽ മലയിൽ നദിയിൽ കാറ്റിൽ നർത്തനമാടി. പിറവിയെടുത്തത് അക്ഷരമറബിൽ, പാടി നടന്നത് പല പല ഇശലിൽ. പാഴ്സിയും ഉറുദും തമിഴും ചേർന്നതലങ്കൃതമാക്കി, വാദ്യാഘോഷമൊരുക്കി കാവ്യ മനസ്സുകൾ സുന്ദരമാക്കി. അത്ര മനോഹരമാണ് പാട്ടുകൾ. ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ എല്ലാ വിഷയങ്ങളിലും കൈവച്ചു മാപ്പിളപ്പാട്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മാപ്പിളപ്പാട്ടിന്റെ ഒരുപാട് പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് ആ മാപ്പിളപ്പാട്ട് ഇന്നും ജനം കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് ഇഷ്ടത്തോടുകൂടി ഹൃദയത്തോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രിയപ്പെട്ട ആ സുഹൃത്തിനോട്, ക്രിസ്ത്യൻ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, പാട്ടുകൾ നിർത്തരുത്. മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് തിന്മകൾക്കെതിരെ വിരൽ ചൂണ്ടാൻ, നന്മ സ്ഥാപിക്കാനുള്ള വലിയൊരു സന്ദേശമാണ്, ആശയമാണ്. അതുകൊണ്ട് മാപ്പിളപ്പാട്ടുകൾ നമുക്ക് പാടണം. മാപ്പിളപ്പാട്ടുകൾ മാത്രമല്ല, എല്ലാ പാട്ടുകളും കവിതകളും അങ്ങനെ തന്നെയാണ്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഒട്ടേറെ ജാതി മതക്കാരെല്ലാം ഒത്തുചേർന്ന് വാഴുന്നോരീ മലനാട്, പൊട്ടാത്തോരൈക്യമന്ത്ര ചരടിൽ കൊരുത്ത മുത്ത് മല കണക്ക ഈ നാട്. ഞങ്ങളുടെ നാട്ടിൽ മൊയ്തു മൗലവി എന്ന് പറയുന്ന ഒരാളുണ്ട്. നാദാപുരത്ത് വലിയ സംഘർഷങ്ങൾ ഉണ്ടായപ്പോ, വർഗീയ രോഷങ്ങൾ ഉണ്ടായപ്പോ അദ്ദേഹം വലിയ സദസ്സിൽ, VR കൃഷ്ണയ്യർ പങ്കെടുത്ത സദസ്സിൽ അദ്ദേഹം എഴുന്നേറ്റെന്ന് പറഞ്ഞു. ഒരു ഹൈന്ദവ സഹോദരിയെ ചൂണ്ടിക്കാണിച്ച്, ഈ ചിരുത എന്ന് പറയുന്ന ഈ അമ്മ എന്റെ സ്വന്തം പങ്ങളാണ്. സദസ്സ് ഞെട്ടിക്കോരിത്തെരിച്ചു പോയി. VR കൃഷ്ണയ്യർ പറഞ്ഞു, ലോകത്തോട് മുഴുവൻ നിങ്ങൾ ഈ ശബ്ദം ഉയർത്തി കേൾക്കണം, ഉയർത്തി പറയണം. ചിരുത നിങ്ങളുടെ പങ്ങളാണ്, എന്റെ പങ്ങളാണ്. കാരണം എന്റെ ഉമ്മയാണ് എനിക്കും ചിരുതക്കും മുലപ്പാല് തന്നത് എന്ന്. ആഹാ, ഏക സഹോദരരാം നമ്മളേതിനു മുന്നതരാം, ശാന്ത മനോഹര തീരം ശാശ്വതമീ സംസ്കാരം. ഇന്ത്യ വളരട്ടെ എന്നും സ്നേഹം പൂക്കട്ടെ എന്നും. ഏക സഹോദരരാം നമ്മളേതിനു മുന്നതരാം, ശാന്ത മനോഹര തീരം ശാശ്വതമീ സംസ്കാരം. ഇന്ത്യ വളരട്ടെ എന്നും സ്നേഹം പുലരട്ടെ എന്നും. ഐക്യം തളിർക്കട്ടെ എന്നും സ്നേഹം പൂത്തുവിരിഞ്ഞ് പരിമളം പരക്കട്ടെ എന്നും. എന്തൊരു സന്തോഷത്തിന്റെ വാക്കുകളാണല്ലേ, എന്തൊരു സന്തോഷത്തിന്റെ പാട്ടുകളാണ്. ഈ രാജ്യത്ത് ഓരോ നിവാസികളും ആഗ്രഹിക്കുന്ന വർത്തമാനങ്ങളാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, തമ്മിൽ പോരടിച്ച്, തമ്മിൽ കണ്ടുകൂടാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു കൂട്ടം യുവാക്കൾ കേരളത്തിലെ പല ഭാഗങ്ങളിൽ തങ്ങളുടെ വ്യക്തിപരമായ പ്രയാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്, കുടുംബകരമായ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഇനിയും ഇങ്ങനെ പോയാൽ ഇവിടുത്തെ ജനം പരസ്പരം തല്ലിച്ചാവും, തല്ലി മരിക്കുമെന്ന് ദീർഘവീക്ഷണത്തോടുകൂടി കണ്ട് അവര് അണിയണിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വീണമീട്ടി ഈണം പാടി വീണ്ടും നമ്മൾ ഒത്തുകൂടി, താളവും മുട്ടി മേളവും കൂട്ടി താരങ്ങളെ ഒപ്പം കൂട്ടി. കേരളത്തിലെ ഒരുപാട് താരങ്ങളെ, ഒരുപാട് പ്രിയപ്പെട്ടവരെ ഒപ്പം കൂട്ടിക്കൊണ്ടാണ് വീണമീട്ടി ഈണം പാടി വീണ്ടും നമ്മൾ ഒപ്പം കൂടി, താളവും മുട്ടി മേളവും കൂട്ടി
താരങ്ങളെ ഒപ്പം കൂട്ടി ആട്ടമാടി പാട്ടും പാടി ആനന്ദത്തിൻ പൂക്കൾ ചൂടി നമ്മളെല്ലാം ഒന്നു ചേർന്ന് നന്മത്തോപ്പായിന്ന് തീർന്ന് നമ്മളെല്ലാം ഒന്നു ചേർന്ന് നന്മത്തോപ്പായിന്ന് തീർന്ന് നമ്മൾ പാടും ഐക്യഗാനം സന്മനസ്സിൻ സ്നേഹസൂനം നമ്മളെല്ലാം ഒന്നു ചേർന്ന് നന്മത്തോപ്പായിന്ന് തീർന്ന് നമ്മളെല്ലാം ഒന്നു ചേർന്ന് നന്മത്തോപ്പായിന്ന് തീർന്ന്. സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരിൽ നല്ലവരായ നാട്ടുകാരെ, സഹോദര മതസ്കരായ പ്രിയപ്പെട്ടവരെ, ഓരോ പള്ളിയും ഓരോ ചർച്ചും ഓരോ മസ്ജിദും നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്ന സന്ദേശങ്ങൾ, അവിടെ മുഴങ്ങുന്ന ബാങ്കൊലിയും ശംഖുനാദവും എല്ലാം സ്നേഹത്തിന്റെ വെളിയാളങ്ങളാണ്. സംസ്കൃതത്തിൽ അഗാധമായ പാണ്ഡിത്യമുള്ള യൂസുഫ് അലി കേച്ചേരിയാണ് ഏറ്റവും മനോഹരമായ സിനിമാ ഗാനങ്ങൾ രചിച്ചതെന്ന് പറയുമ്പോൾ ഈ സൗഹൃദ കേരളത്തിന് ഏറ്റവും വലിയ പൊൻതൂവലാണത്. യൂസുഫ് അലി കേച്ചേരി എഴുതിയ മനോഹരമായ സംസ്കൃത ശ്ലോകങ്ങൾ, പാട്ടുകൾ. മാപ്പിളപ്പാട്ടിന്റെ ഏറ്റവും മനോഹരമായ ഗാനം പാടിയത് ഗാനഗന്ധർവൻ യേശുദാസാണെന്ന് പറയുമ്പോ ഇവിടെ ജാതി, മതം, വർഗം, നിറം, മണം എല്ലാം കടത്തിവെട്ടുന്നു. അദ്ദേഹം പാടിയ പാട്ട് ഇന്നും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഓരോ ഉമ്മമാരും പാടുന്ന പാട്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. കറുത്തവൻ വെളുത്തവൻ, മനോഹരമായ പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ. കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ, എന്റെ കരളിന്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെന്റെ തമ്പുരാനേ. ഈ പാട്ടുകളെല്ലാം പാടിയത് ഗാനഗന്ധർവൻ യേശുദാസാണ്. മനോഹരമായ പ്രവാചകനെ കുറിച്ചുള്ള പാട്ടുകൾ, സല്ലല്ലാഹു അലൈഹി വസല്ലം പാട്ടുകൾ. അങ്ങനെ തന്നെയാണ് ചിത്രയും. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹ സൗഹാർദ്ദത്തിന്റെ വേദികൾ. കല്യാണ വീട്ടിലേക്ക് നമ്മളെല്ലാം ഓടിയെത്തുന്നു, മരണ വീട്ടിലേക്ക് നമ്മൾ സ്നേഹത്തോടുകൂടി അവിടെ എന്താണോ വേണ്ടത് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അവിടെ ജാതിക്കോ മതത്തിനോ നിറത്തിനോ മണത്തിനോ വ്യത്യാസമില്ലാതെ എല്ലാവരും തോളോട് തോളുരുമ്മി നമ്മൾ ആ സഹായത്തിൽ പങ്കുചേരുന്നു. നാട്ടിൽ ഒരാൾ പ്രയാസപ്പെടുമ്പോൾ ആ പ്രയാസങ്ങൾ മാറ്റാൻ നമ്മൾ വിശ്വസിക്കുന്നു. രോഗത്തിനും ദാരിദ്ര്യത്തിനും വേദനക്കും സന്തോഷത്തിനും എന്ത് ജാതി, എന്ത് മതം അല്ലേ? ഈ യാത്ര ഒരു ലക്ഷ്യം കൂടി ഇടുന്നുണ്ട്. ഈ രാജ്യത്ത് ഒരാളും പ്രയാസപ്പെടാൻ പാടില്ല. നോവുണ്ടുറങ്ങും മനുഷ്യ ജന്മങ്ങൾക്ക് നാവായി നമുക്കിന്ന് ചേർന്ന് നിൽക്കാം. അവരുടെ നാവായി നമ്മൾ ചേർന്ന് നിൽക്കുകയാണ്. സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, മാനവികതയുടെ, ഹൃദയൈക്യത്തിന്റെ നാവായി നമ്മൾ തീരുകയാണ്. നോവുണ്ടുറങ്ങും മനുഷ്യ ജന്മങ്ങൾക്ക് നാവായി നമുക്കിന്നു ചേർന്ന് നിൽക്കാം. വേവുന്ന ഹൃദയം കലക്കിയ കണ്ണുകൾ തൂവുന്ന മിടിനീർ തുടച്ചു മാറ്റാം. തടിയും മനസ്സും തളർന്ന പതീതർക്ക് തണലിട്ട് സാന്ത്വനമാകാം. തപ്ത മനക്കനൽ തീൽ കനിവിന്റെ തണ്ണീരു പെയ്തു കുളിരേകാം. നോവുണ്ടുറങ്ങും മനുഷ്യ ജന്മങ്ങൾക്ക് നാവായി നമുക്കിന്ന് ചേർന്ന് നിൽക്കാം. വേവുന്ന ഹൃദയം കലക്കിയ കണ്ണുകൾ തൂവുന്ന മിടിനീർ തുടച്ചു മാറ്റാം. പുറമ്പോക്കിൽ അവരെന്നടയാളവും പേറി പുകയുന്ന ജീവിതം കാണാം. അക്രമത്തിന്റെ, അനീതിയുടെ ഭാഷ, തിന്മയുടെ ഭാഷ നമ്മൾ വ്യാപിച്ചിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രോഗശയ്യയിൽപ്പെട്ട് പ്രയാസം അനുഭവിച്ച് ഒരു നേരത്തെ ആഹാരത്തിന് വകുപ്പില്ലാതെ തലചായ്ക്കാൻ ഇടമില്ലാതെ ഈ രാജ്യത്ത് കഴിഞ്ഞുകൂടുന്ന പ്രിയപ്പെട്ട ഒരുപാട് പേരുണ്ട്. അങ്ങോട്ട് ശ്രദ്ധിക്കാൻ നമുക്ക് ഈ പ്രശ്നമുള്ളത് കൊണ്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് വർഗീയ സംഘർഷങ്ങൾ, അക്രമം, അനീതി, മതിലുകെട്ടി വേർതിരിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പ്ലീസ്, എന്തിനാണ് നന്മയുടെ വഴികളിൽ നിങ്ങൾ വിലങ്ങുന്നത്?
വിലങ്ങുതടിയായി നിൽക്കുന്നത്? എന്തിനാണ് നന്മയുടെ വഴികളിൽ നിങ്ങൾ വിലങ്ങുതടിയായി നിൽക്കുന്നത്? പുറമ്പോക്കിൽ അവരെന്നടയാളവും പേറി പുകയുന്ന ജീവിതം കാണാം. കരിന്തിരി കത്തിക്കെടുന്ന ജീവങ്ങളിൽ കനിവിൻ തിരി വെട്ടമായി മാറാം. നോവുണ്ടുറങ്ങും മനുഷ്യ ജന്മങ്ങൾക്ക് നാവായി നമുക്കിന്ന് ചേർന്ന് നിൽക്കാം. വേവുന്ന ഹൃദയം കലക്കിയ കണ്ണുകൾ തൂവുന്ന മിഴിനീർ തുടച്ചു മാറ്റാം. നമുക്ക് തിരുവനന്തപുരം പൗരാവലിയുടെ ഒരു ആദരവ് ഈ ഗാനങ്ങൾക്ക് വേണ്ടി നൽകുന്നതിന് വേണ്ടി ബഹുമാന്യനായ കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷന്റെ ജില്ലാ നേതാവ് ഷാഹുൽ ഹബീബ് സാഹിബ് അവറുകളെ ക്ഷണിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാനും പ്രിയപ്പെട്ട മന്നാനി ശംസുദ്ദീൻ മന്നാനി സാഹിബും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് സാംസ്കാരിക പരിപാടികൾക്ക് സംബന്ധിക്കാറുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഏറെ സ്നേഹത്തോടു കൂടി ഞാൻ വരാൻ കാരണം എനിക്കറിയാം, ഈ വിനീതൻ ഒരുപാട് കേരളത്തിനകത്തും പുറത്തും സ്നേഹ സൗഹാർദ്ദത്തിന് വേണ്ടി എപ്പോഴും പാടുപെടുന്ന ഒരാളാണ്, പണിയെടുക്കുന്ന ഒരാളാണ്. പാട്ടുപാടി ജനങ്ങളെ മനസ്സിൽ സ്നേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു വിനീതനാണ്. ഞാനും അദ്ദേഹവും പരിചയപ്പെട്ട ഒരു കവിതയുണ്ട്. ആ കവിത കൂടി എന്റെ സദസ്സിന് ഞാൻ സമർപ്പിക്കുകയാണ്. സ്നേഹനിധിയായ അമ്മയെക്കുറിച്ചുള്ള, ഉമ്മയെക്കുറിച്ചുള്ള കവിത. ഈ പരിപാടി ഒരുപാട് പേര് ആസ്വദിക്കുന്നുണ്ട് ദൂരത്തു നിന്നൊക്കെ. എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ കവിത സമർപ്പിക്കുന്നു. സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ, അനുകമ്പയുടെ, ആർദ്രതയുടെ കടല് കോരി തന്ന പ്രിയപ്പെട്ട അമ്മ, പ്രിയപ്പെട്ട ഉമ്മ, ഈ സ്നേഹ കേരളത്തിന്, സൗഹൃദ കേരളത്തിന് ഒരു പൊൻതൂവൽ, യുവ കാവൽ എന്ന ഈ മനോഹരമായ പരിപാടിക്ക് ഈ കവിത കൂടി സമർപ്പിക്കുമ്പോൾ സ്നേഹത്തിന്റെ മൂർത്തീഭാവമായ, സ്നേഹത്തിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട അമ്മ, പ്രിയപ്പെട്ട ഉമ്മയെക്കുറിച്ചുള്ള ഈ കവിത കൂടി ഞാൻ സമർപ്പിക്കുകയാണ്. ആർക്കെങ്കിലും അമ്മയോട്, ഉമ്മയോട് സ്നേഹക്കുറവിന്റെ ഒരു തരി ഉണ്ടെങ്കിൽ, ഒരു നുള്ളുണ്ടെങ്കിൽ, ഒരു തുള്ളി സ്നേഹക്കുറവുണ്ട് എങ്കിൽ അത് നിങ്ങൾ മാറ്റിവെക്കണം. അമ്മയെ, ഉമ്മയെ പൊന്നുപോലെ സ്നേഹിക്കുക. സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് നേരെ വിരിച്ചു കൊടുക്കുക എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ കവിത കൂടി ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മയെന്നും എന്നിലലിവിന്റെ നിർച്ചരി, ഉണ്മയാം സ്നേഹത്തിനണയാത്ത കൈത്തിരി. ഉമ്മയെന്നും എന്നിലലിവിന്റെ നിർച്ചരി, ഉണ്മയാം സ്നേഹത്തിനണയാത്ത കൈത്തിരി. അമരമൊരായിരമോർമ്മകൾ നിറയുമൻ അകതാരിലമ്മ വെളിച്ചമാണെപ്പോഴും. ആ സ്നേഹവായ്പിന്റെ ആന്തോളനങ്ങളിൽ ആരുണ്ടുറങ്ങാത്തവർ നമ്മിൽ കൂട്ടരെ. ആ സ്നേഹവായ്പിന്റെ ആന്തോളനങ്ങളിൽ ആരുണ്ടുറങ്ങാത്തവർ നമ്മിൽ കൂട്ടരെ, ആരുണ്ടുറങ്ങാത്തവർ നമ്മിൽ കൂട്ടരെ. ഉണ്ണിയുടെ കണ്ണുകൾ നിറയുമ്പോഴൊക്കെയും ഉരുകിടും നമ്മയുടെ ഹൃദയം മുഴുക്കയും. ഉണ്ണിയുടെ കണ്ണുകൾ നിറയുമ്പോഴൊക്കെയും ഉരുകിടും നമ്മയുടെ ഹൃദയം മുഴുക്കയും. പിഞ്ചു കുഞ്ഞായി ജനിച്ച മടിശയ്യയിൽ പിടഞ്ഞു കരഞ്ഞ നാൾ തണലായിരുന്നമ്മ. പിച്ചവച്ചും മരത്തിടറി വീണപ്പോഴും പിടിച്ചെഴും നേൽപ്പിച്ചതെൻ തുണയാമുമ്മ. പിടിച്ചെഴും നേൽപ്പിച്ചതെൻ തുണയാമുമ്മ. ശൈശവം പിന്നിട്ടു ബാല്യത്തിലെത്തവേ ആശാഭിലാഷങ്ങൾ കണ്ടറിഞ്ഞന്നമ്മ. തെറ്റും ശരികളും വേർതിരിച്ചൽപ്പവും തെറ്റാതെ നേർവഴി തന്നിൽ നയിച്ചുമ്മ.
തെറ്റാതെ നേർവഴി തന്നിൽ നയിച്ചമ്മ. കൗമാരകാലമെൻ ജീവിതമാകയും കൗതുക കാമന നിറഞ്ഞിരിക്കുമ്പോഴും നിർമ്മല ചിന്തയാലൂട്ടി വളർത്തിയൻ നിറവാർന്ന യൗവനം ധന്യമാക്കി അമ്മ. നിറവാർന്ന യൗവനം ധന്യമാക്കിയുമ്മ. വളരുന്ന ദശകളിൽ മംഗളങ്ങൾ നേർന്ന് വഴികൾ തുറക്കുന്നു നന്മയിലേക്കമ്മ. വളരുന്ന ദശകളിൽ മംഗളങ്ങൾ നേർന്ന് വഴികൾ തുറക്കുന്നു നന്മയിലേക്കുമ്മ. തളരുമ്പോൾ അളവറ്റ വാത്സല്യമോടന്നെ തളരുമ്പോൾ അളവറ്റ വാത്സല്യമോടന്നെ തഴുകിത്തലോടുന്നു സാന്ത്വനമായുമ്മ. തഴുകിത്തലോടുന്നു സാന്ത്വനമായുമ്മ. കരുണാമൃതം നൽകി കനിയായി വളർത്തിയ കരളിന്റെ നന്മകൾ ദൈവികാനുഗ്രഹം. കാലം കടന്നുപോയി ഞാനും വളർന്നുപോയി കാതങ്ങൾ എത്രയോ ജീവിതം താണ്ടി ഞാൻ. എങ്കിലും ജീവന്റെ ഹൃദയത്തുടിപ്പു പോൽ എന്നമ്മ എന്നിൽ മിടിക്കുന്നു സന്തതം. എന്നുമ്മ എന്നിൽ മിടിക്കുന്നു സന്തതം. കാലം മറച്ചൊരാരൂപം മനസ്സിന്റെ കണ്ണിലും കാതിലും നിറയുന്നു ദീപ്തമായി. കാലം മറച്ചൊരാരൂപം മനസ്സിന്റെ കണ്ണിലും കാതിലും നിറയുന്നു ദീപ്തമായി. കണ്ണിലും കാതിലും നിറയുന്നു ദീപ്തമായി. കണ്ണിലും കാതിലും നിറയുന്നു ദീപ്തമായി. നന്ദി ഞാൻ എത്ര പറഞ്ഞാലും അമ്മ തൻ നന്ദി ഞാൻ എത്ര പറഞ്ഞാലും ഉമ്മ തൻ നന്മകൾക്കാവില്ല പകരമതെങ്കിലും കരളിന്റെ ഉള്ളിൽ നിന്നെരിയുന്നൊരോർമ്മ തൻ കനലിൽ ഞാൻ ചൊരിയട്ടെ ഒരു തുടം കണ്ണുനീർ. കനലിൽ ഞാൻ ചൊരിയട്ടെ ഒരു തുടം കണ്ണുനീർ. കനലിൽ ഞാൻ ചൊരിയട്ടെ ഒരു തുടം കണ്ണുനീർ. ഈ കവിത കൂടി എല്ലാവർക്കും സമർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോട് ഞാൻ വിവാഹുകയാണ്. ഭൂമി ഒരിക്കൽ വല്ലാതെ കരഞ്ഞു. എന്തിനാണ് ഭൂമി കരയുന്നത്? ഭൂമി പറഞ്ഞു, എനിക്ക് വെളിച്ചമേകുന്ന സൂര്യൻ അസ്തമിച്ചു പോയിരിക്കുന്നു. ചന്ദ്രൻ പറഞ്ഞു, കരയേണ്ട ഭൂമി, ഞാനുണ്ട് വെളിച്ചമേകാൻ, ഞങ്ങളുണ്ട് വെളിച്ചമേകാൻ. സൂര്യനും ചന്ദ്രനും അസ്തമിച്ചു പോയപ്പോ ഭൂമി വീണ്ടും വല്ലാതെ പൊട്ടി പൊട്ടി കരഞ്ഞു. നക്ഷത്ര കുഞ്ഞുങ്ങൾ, നക്ഷത്രക്കൂട്ടങ്ങൾ പറഞ്ഞു, ഞങ്ങളുണ്ട് വെളിച്ചമേകാൻ. അതും അസ്തമിച്ചു പോയപ്പോ ഭൂമി വീണ്ടും വല്ലാതെ കരഞ്ഞു. മൺചരാതുകൾ, മൺവിളക്കുകൾ, മിന്നാമിന്നി വട്ടങ്ങൾ പറഞ്ഞു, ഞങ്ങളുണ്ട് ഇത്തിരിയാണെങ്കിലും വെളിച്ചമേകാൻ. ഇന്ന് മന്നാനിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ മനോഹരമായ യാത്ര ഈ രാജ്യത്തോട്, ഈ ലോകത്തോട്, ഈ ഗ്രാമ്യവിശുദ്ധിയോട് പറയുന്നു, ഇത്തിരിയാണെങ്കിലും സ്നേഹത്തിന്റെ നൂൽപ്പാലങ്ങൾ വിളക്കി ചേർക്കാൻ ഞങ്ങളുണ്ട്, വെളിച്ചമേകാൻ ഞങ്ങളുണ്ട്. സ്നേഹത്തിന്റെ, മാനവികതയുടെ, ഐക്യത്തിന്റെ, മനുഷ്യ സൗഹാർദ്ദത്തിന്റെ മനോഹരമായ നൂലുകൾ കൊണ്ട് ജനമനസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുന്നിച്ചേർക്കാൻ ഞങ്ങളുണ്ട് എന്ന മുദ്രാവാക്യം, ഈ മുദ്രാവാക്യത്തെ നമ്മൾ ശിരസ വഹിക്കുകയാണ്. മലയാളക്കര എന്തൊരു ജോർ, മലയാളിക്കെന്തെല്ലാം പേർ, കേൾക്കാം നമ്മൾക്കിന്നിവിടെ ആ കൗതുക നാമങ്ങൾ. മലയാളികൾ ഇന്ത്യക്കൊരു ഹാർ, അരയനും പുലയനും പറയരും പാണര്, ഹരിജനും മച്ചായനും നമ്പൂരി നായര്, കോയക്കുറുപ്പും വർമ്മ പിള്ളയും തീയര്, കേയി നാടാരും നമ്പ്യാർ കമ്മത്തുമയ്യര്. ഓണം നേർച്ചകൾ ആണ്ടുതിറ, ഒപ്പന ചെണ്ടയും കളരിമുറ, പേരും നാളും പൂരങ്ങൾ, പൊലിയാട്ടം പൊങ്കാല, കാവടി തൊങ്കൽ കോൽക്കളികൾ, അറവന തോറ്റം കഥകളികൾ, ഓട്ടം തുള്ളൽ മിമിക്രി, ദഫും മാർഗം കളികൾ, ഓണം നേർച്ചകൾ ആണ്ടുതിറ. മലയാളക്കര എന്തൊരു ജോർ, മലയാളിക്കെന്തെല്ലാം പേർ, കേൾക്കാം നമ്മൾക്കിന്നിവിടെ ആ കൗതുക നാമങ്ങൾ.
ഈ മനോഹരമായ സന്ദേശം കേരള ജനത ഒട്ടാകെ കേൾക്കട്ടെ. സ്നേഹത്തിന്റെ വെളിച്ചം ഇവിടെ കിട്ടട്ടെ. സന്തോഷവും സ്നേഹവും മാനവികതയും ഐക്യവും ഹൃദയൈക്യവും മനുഷ്യ സൗഹാർദ്ദവും പൂത്തുവിരിയുന്ന പരിമളം പരക്കുന്ന മനോഹരങ്ങളായ പൂപ്പൂവുകൾ ഇവിടെ വിരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ സംഘാടക സമിതി പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ശംസുദ്ദീൻ മന്നാനി അവർക്ക് എന്റെ സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ മനോഹരമായ ഗ്രാമ്യവിശുദ്ധിയിൽ ഇതിന്റെ അലയൊലി എന്നും നിലനിൽക്കട്ടെ. ഇതിന്റെ തുടക്കം മാത്രമാണിത്. വരും തലമുറകൾ ഈ ദൗത്യം ഏറ്റെടുക്കട്ടെ എന്നുകൂടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.